ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം, സാറ, 1 സാമുവേലിന്റെ പുസ്തകത്തിൽ ഹന്ന, എൽക്കാന, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സക്കറിയ, ഏലിശ്വ, ഈ 3 ദമ്പതികൾക്കും വൃദ്ധപ്രായത്തിലാണ്, അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ യോഗ്യതയില്ലാത്ത സമയത്താണ് ദൈവം കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചത്. നീണ്ട നാളത്തെ പ്രാർത്ഥന, നീണ്ട കാലത്തെ കാത്തിരിപ്പ്, അതിനുശേഷമാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. 10, 15, 20 വർഷങ്ങളായി വിവാഹ ജീവിതം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഒത്തിരി കാലം പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നില്ലേ? കൂട്ടുകാരും ബന്ധുക്കളും പലരും നിങ്ങളെ കളിയാക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും ഫലശൂന്യമാവുകയില്ല. അത് ദൈവം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം, കർത്താവ് അരുളി ചെയ്ത കാര്യം നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. സ്നേഹമുള്ളവരെ, പല വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.